കൂട്ടുകാരെ ഇതേ നമ്മുടെ അച്ഛൻ്റെ ചക്ക അരിയുന്നു അല്ലേ. പിന്നെ നമ്മുടെ അമ്മയാണ് ഇന്ന് അടുക്കള. ഞങ്ങളൊരു റീൽസ് എടുക്കാൻ പോയേച്ചും വന്ന നേരത്ത് ഇവിടെ രണ്ടുപേര് പാചകത്തിൽ. അതെ ശരണ്യ അതെ ഡ്രസ്സൊക്കെ മാറിയേച്ചു അടുക്കളയിലാട്ട്. ശരണ്യ ഇന്നത്തെ വീഡിയോയുടെ പറഞ്ഞില്ല. ചിക്കൻ കറി അമ്മ വെച്ചാ. ആഹാ എന്തേ ചിക്കൻ കറി? അടിപൊളി ചിക്കൻ കറി വെച്ചിട്ടുണ്ട് അല്ലേ. സൂപ്പർ ചിക്കൻ കറിയാണ്, അടിപൊളി. അമ്മയുടെ സ്പെഷ്യൽ ചിക്കൻ കറി. ആ ചക്ക ചക്ക കുഴക്കാം. ആ പറ. മിഷ്യത്തിലരിയും പോലെയാണ് ഞാൻ അരിഞ്ഞത്. ശരണ്യ എങ്ങനെ ചെയ്യണമെന്നാ പറയുന്നത്. പിന്നെ ശരണ്യ ഇന്ന് നമ്മുടെ വീഡിയോ എന്നാണെന്ന് പറ. അത് നമ്മൾ കൂട്ടുകാരെ കാണിക്കുന്നുണ്ട്. ഞങ്ങൾ റീൽസ് ചെയ്യുന്ന വീഡിയോ ഇപ്പോൾ തന്നെ കൂട്ടുകാരെ കാണിക്കാം. ഞങ്ങൾ റീൽസ് ചെയ്യാൻ പോയ ഭാഗങ്ങളൊക്കെ കാണിക്കാം. അപ്പോൾ കണ്ട കൂട്ടുകാരെ, അതാണ് ഞങ്ങൾ ഇവിടെ പാടത്തെ വരുവുള്ളൂ. അച്ചിക്കുട്ടിയും കണ്ണനും എല്ലാവരും ആയിട്ട് ഇവിടെയാണ് വന്നത്. ഇന്നൊരു റീൽസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ റീൽസ് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം അല്ലേ. അപ്പം അതിനു വേണ്ടിയാണ്. ഞാനല്ലെങ്കിൽ ഇങ്ങനെ മുണ്ടൊന്നും കൊടുക്കാറില്ല, പാൻ്റെ ഇടാനുള്ളത്. കാരണം നമുക്ക് എപ്പോഴും എളുപ്പ ആദായം കൊണ്ടാണ്, അങ്ങനെ ശീലിച്ചുകൊണ്ടാണ് അല്ലേ. ശരണ്യക്ക് ഭയങ്കര ഇഷ്ടമാണ് മുണ്ടെടുക്കുന്നത്. അപ്പം അങ്ങനെ ഞങ്ങൾ ഇന്നൊരു റീൽസ് ചെയ്യണം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും. നമ്മളെ കണ്ണേന്ന് വച്ച് നടന്നു വന്നുണ്ട്. അവർ രണ്ടുപേരും കൂടി ദൂരത്തുനിന്ന് നടന്നു വരുന്നത് കണ്ട. എന്തൊക്കെ മടക്കി കൊടുത്ത് രണ്ടുപേരും എവിടെ നടക്കിയാണ്. വാ. എന്നെ വരവ് കണ്ട. നമ്മുടെ ശരണ്യാണെങ്കിൽ ശരണ്യ വാ ചെയ്യണ്ടേ. അങ്ങനെ ഞങ്ങൾ ഇന്നൊരു റീൽസ് ചെയ്യണം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം അല്ലേ. പോയേക്കാം. അങ്ങനെ അച്ഛനും അമ്മയും കൂടിയൊക്കെ അച്ഛനും ശരണ്യയും കൂടിയൊക്കെ ചക്ക അരിയാണ് അല്ലേ. അപ്പം നമ്മളെ അമ്മയാണെങ്കിൽ ആ നേരത്തെ അമ്മ എന്നാ എടുക്കാൻ പോണ്? നമ്മുടെ അച്ചിക്കുട്ടിക്കും കണ്ണനും കൂടി അപ്പൊ ചോറെടുക്കും. കണ്ട ഇടിച്ചക്ക. നമ്മുടെ അമ്മ അതെ ചിക്കൻ കറിയൊക്കെ തുറന്നിട്ടുണ്ട്. അപ്പൊ ഇനി അങ്ങോട്ട് അമ്മയുടെ ചിക്കൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ചിക്കൻ കറി ഇതാണ് സലസമ്മ സ്പെഷ്യൽ ചിക്കൻ കറി. കണ്ട മക്കളെ, ഇതാണ് ഞാൻ വെച്ച ചിക്കൻ കറി. അടിപൊളി ചിക്കൻ കറിയാണ്, സൂപ്പർ. അപ്പൊ കൂട്ടുകാരെ, അപ്പൊ ഇനി ഈ ചക്ക കൂടിയൊന്ന് ഇവർ രണ്ടുപേരും കൂടി റെഡിയാക്കിയിട്ട് വേണം ഞങ്ങൾക്കും ഇരുന്ന് ഒന്ന് കഴിക്കാം. അപ്പൊ ഇത് ഇന്നെങ്ങാനും റെഡിയാകുമോ ശരണ്യ? ഒരു രക്ഷപ്പെടാൻ ഞാൻ തന്നെയാണ്. അമ്മ പോയോണ്ട് ആണ്. അപ്പൊ അവർക്ക് ചിക്കൻ കറി മാത്രം മതിയാ? അവര് പച്ചക്കറി കൂട്ടത്തില്ല. കണ്ടാ ശരണ്യ അച്ഛൻ അരിഞ്ഞു കൂട്ടണ കണ്ട. അതെ അമ്മയാണെങ്കിൽ കണ്ട പിള്ളേർക്ക് രണ്ടുപേരും കൂടി ചെയ്ത് ഇന്ന് 2 മണിയായാലും കിട്ടിയാലെന്നാ തോന്നുന്നു. പാവ അമ്മ ആ ചിക്കൻ കറി വെച്ചകൊണ്ട് ഇന്ന് നേരത്തെങ്കിലും കഴിക്കാം.
ചുമ്മാ ശരണ്യനെ എന്നെങ്കിലൊക്കെ പറയണ്ടേ ശരണ്യത് അമ്മ ദേ ചോറൊക്കെ എടുത്ത് കണ്ട എന്നാലും ശരണ്യ അച്ചിക്കുട്ടിക്കും കണ്ടു കണ്ണനുള്ള ചോറ് മോശമായിപ്പോയി കേട്ടോ ഷിജു അത് പറഞ്ഞത് ശരണ്യ അങ്ങനെ ശരണ്യെ പറ്റി പറയുന്നത് കേട്ടോ മോശമായിപ്പോയി കേട്ടോ ഷിജു അച്ഛാ അച്ഛൻ ഞങ്ങളെ തമ്മില് വഴക്ക്. എന്റെ ദൈവമേ ഞാനൊന്ന് വെറുതെ പറഞ്ഞല്ലേ ശരണ്യ. നാളെ ഞങ്ങള് സെയില് പോകുമല്ലോ. നാളെ ഞായറാഴ്ച ആ ശരിയാണല്ലോ. അപ്പൊ ഒരു പണി ചെയ്യും. ആ നമ്മുടെ സാമ്പാറില്ലേ ശരണ്യ, നമ്മുടെ കൂട്ടുകാരെ അത് കാണിച്ചില്ല. ആണോ? ആ രാവിലെ വെച്ച ആ ഇത്രയും ചക്ക അരിഞ്ഞതുണ്ട്, എന്നിട്ടാണോ പിന്നെ അരിഞ്ഞു കൂട്ടണം? ആ അങ്ങനെ അതെ നമ്മുടെ അച്ചുകുട്ടിയും കണ്ണനും കൂടിയൊക്കെ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണല്ലേ. അച്ഛമ്മ വെച്ച സ്പെഷ്യൽ ചിക്കൻ കറി അല്ലേ. പിന്നെ അച്ചുകുട്ടി വരച്ച പടങ്ങളാണിത്. അപ്പം അവിടെ തന്നെയാണ് അച്ചുകുട്ടി ഇരുന്ന് ഭക്ഷണം കഴിക്കണം. അച്ചുകുട്ടിയും കണ്ണനും ആരാണെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഒത്തിരി പേര്, പുതിയതായിട്ട് വീഡിയോ കാണുന്നവർ. അച്ചുകുട്ടിയും കണ്ണനും എൻ്റെ ചേട്ടൻ്റെ മക്കളാണ്. അച്ഛനും മകളും കൂടി ഞാൻ അങ്ങോട്ട് പോയ നേരത്ത് ഇവിടെ പാചകം തുടങ്ങിയാ ചക്ക വേവിക്കുകയാണ്. അമ്മ വല്ലാതെ പറയണുണ്ടാ? അച്ഛനും മകളും കൂടിയാണ് ഇന്നത്തെ. ആ അമ്മ പിള്ളേർക്കുള്ള ധൃതിക്കാണ്. ആ നേരത്തെ അച്ഛൻ അവിടെ കുക്കറൊക്കെ വെച്ച് ചവക്കാനാ. ആ ചതക്കാൻ, ഞാൻ കേട്ട ചവക്കാനുള്ളതൊന്നും. എന്നാ എനിക്കും കൂടി ഒരെണ്ണം തരാൻ വേണ്ടി ഞാനും. സവോള എന്നാണ് ശരണ്യ അതിൻ്റെ അകത്ത് തപ്പണത്? വല്ല മോതിര വല്ലതും കളഞ്ഞു പോയാ? ആ മോതിര ഇല്ലല്ലോ, സോറി. ആ നേരെ നമ്മള് കല്യാണം നേരിട്ടല്ല ഞാൻ നടത്തിയത്, മോതിരമാറ്റം നടത്തിയില്ലല്ലോ അല്ലേ. അതെങ്ങനെയാന്നേ, പെണ്ണ് കാണാൻ വന്ന് ഉടനെ ഇഷ്ടപ്പെട്ടു, ഉടനെ തന്നെ പറഞ്ഞു ഇതേ നമുക്ക് ഈ മാസത്തിൽ തന്നെ അങ്ങോട്ട് കല്യാണം നടത്തിയേക്കാന്ന് പറഞ്ഞു. ഞാൻ അന്ന് തന്നെ പറഞ്ഞു. ആ പെണ്ണ് കാണാൻ വന്നപ്പോഴേ ഞാൻ അങ്ങനെ പറഞ്ഞില്ലേ, ബാ പോരി വണ്ടിയെ കയറിക്കോളാൻ പറഞ്ഞു. ആ എന്നിട്ട് പിന്നെ വീട്ടുകാർ പറഞ്ഞു അങ്ങനെയല്ല, നമുക്ക് കല്യാണം നല്ല പോലെ നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് 1 മാസം കൊണ്ട് കല്യാണം നടന്നു. വീട്ടിൽ സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞ് വന്നിട്ടാ ഞങ്ങളെ കണ്ടപ്പോ തന്നെ ഓടിപ്പോന്നു. ഞങ്ങൾക്ക് ആലപ്പുഴ, എനിക്ക് ആലപ്പുഴ കാണണം, ഞാൻ വരികയാണ്. അങ്ങനെ ഞങ്ങളെ ആലപ്പുഴ കാണണം വന്നോന്ന് പറഞ്ഞായിരുന്നു. അമ്മ 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 ഒരു കോളടിച്ചേച്ചും പോയാ കണ്ട. അല്ല വേറൊരു കാര്യമുണ്ട്, അത് കാരണമല്ലേ നമ്മുടെ മോതിരം മാറ്റം നടക്കാതെ പോയത്. നമുക്ക് അടുത്ത വെഡിങ് ആനിവേഴ്സറിക്ക് ആകട്ടെ, നമുക്ക് ഒരു മോതിരം മാറ്റം നടത്തിയേക്കാം. സ്വർണത്തിനൊക്കെ ഭയങ്കര വിലയാണ് ശരണ്യ, പിന്നെ എങ്ങനെ മോതിരം മാറ്റം നടത്താനാണ്? മോതിരം ഇല്ലെന്ന് പറയാൻ പറ്റുവാ? സത്യസന്ധമായിട്ടൊന്ന് പറഞ്ഞു. എനിക്ക് ആദ്യത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് ഒന്നും ഇടിയല്ല, അതാണ് ശരണ്യ. ഉള്ളി കാണിച്ച് കൂട്ടുകാരെ കാണിച്ചില്ല നമ്മൾ. അതിന്റെ ഒക്കെ വർത്തമാനം ഇതാകുമ്പോ പേടിക്കണ്ട. അപ്പൊ ഇത് എന്നാണ് ചെയ്യാൻ പോണെന്ന് പറഞ്ഞില്ല. ശരണ്യ ഇതെന്താ ഇവിടെ മൊത്തം പാത്രങ്ങൾ കൊണ്ട് നിരന്നില്ല. അപ്പൊ അങ്ങനെ വേറൊരു പാത്രത്തിലായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുക. ആ അപ്പൊ ഇതൊന്ന് മാറ്റിയിട്ടൊക്കെ അതെ വേറൊരു പാത്രത്തിലായിട്ട് മാറ്റിയായിരുന്നു ശരണ്യ. എന്നിട്ട് ഇത് കൂടിയൊക്കെ അതിലായിട്ട് ചേർത്തിട്ടുണ്ട്.
പിന്നെ ഇതെന്തിനാണ് ശരണ്യ ഈ ഉള്ളി എടുത്ത് വെച്ച് കടുക് വറുക്കാൻ. കടുക് വറുക്കാനല്ലേ? ഇനി നമുക്ക് അരപ്പിടാം. ആ പിടിച്ചമ്മ. അപ്പം അങ്ങനെ അരപ്പിട്ടോണ്ടിരിക്കുകയാണ്. അപ്പം അമ്മയും മകളും കൂടിയായി പാചകം. അച്ഛൻ അങ്ങോട്ട് മാറി. അച്ഛൻ ഫോൺ നോക്കി, ഒരു ഫോൺ വന്നു, പിന്നെ ആ വഴി അച്ഛൻ അങ്ങോട്ട് ഫോൺ നോക്കാൻ തുടങ്ങി. അരപ്പടിക്കുന്നത് അങ്ങനെ ഇനി ഇതൊന്ന് കുഴച്ചൊക്കെ എടുക്കണം അല്ലേ? വെള്ളം ആ വെള്ളമൊക്കെ വേണം ഇതിന്. അരപ്പ് കഴി വെള്ളം. ആ അങ്ങനെ വെള്ളമൊക്കെ ഒഴിക്കുവോ ഇതിൽ? ചക്കക്കുഴയൊക്കെ വെക്കും. ഇത് പിന്നെ പൊട്ട് ചക്കയല്ലേ? ആ ഇത് പൊട്ട് ചക്കയാണല്ലേ? മറ്റേ നല്ല ചക്കയല്ലല്ലേ? നല്ല ചക്കയല്ല. അങ്ങനെ അമ്മ കുഴച്ചണ്ടിരിക്കുകയാണ്. മതി. ഒറ്റ വഴിയുള്ളൂ. എന്താണെന്നറിയോ? ആ നമ്മുടെ ചപ്പാത്തി കടിയില്ലേ, ആ അത് വെച്ചൊന്ന് ഇടിച്ചൊന്ന് കൂട്ടുക. ആ അങ്ങനെയാണല്ലേ? അല്ല അങ്ങനെ ചെയ്യട്ടെ. ശരണ്യതെ ചപ്പാത്തി തടി കൊണ്ടൊക്കെ ഇടിച്ച് കൂട്ടണം. പാത്രം ഒഴിച്ച് കൂട്ടരുത് കേട്ടാ. ഇത് അച്ഛനപ്പ ഇങ്ങനെ ഇന്ന് ഈ അടുക്കള മൊത്തം പാത്രമാണല്ലോ ശരണ്യ. എന്തോ ഇതൊക്കെ മാറ്റണം കേട്ടാ. ഇതിപ്പോ ഞാൻ നിർത്തിയാ. ആ ശരണ്യൊക്കെ അത് പാടാണെങ്കിൽ ഒരു പണി ചെയ്യാം. ഇത് പിടിച്ചേ, ഇത് പാത്രം പിടിച്ചേ. ദേ ഇതുമേലാട്ടെടുത്ത് പോയി ശരണ്യ. അങ്ങോട്ട് ശരിയാകുന്നില്ല ശരണ്യ ചെയ്തിട്ടല്ലേ? ചെറുതോടിങ്ങനെ ഇടിച്ചാൽ കൂട്ടിലെ കാണും. ഇരുപടി. രണ്ടും കൂടി ഇതെന്ത് കാണിക്കാനാവോ? ഇതെന്താണ് ഈ കാണിക്കുന്നത്? പിന്നെ ഞാൻ ഈ പൊട്ടുചക്ക വേഗം ശരണ്യ ഇങ്ങനെ രമാമ ചെയ്യണ കണ്ടിട്ടുണ്ടല്ലേ? ആ, പക്ഷേ ഈ പൊട്ടുചക്ക ഇങ്ങനെ ചെയ്യാൻ പാടാ. ഇത് ഇടിച്ചക്കയായിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇരിച്ചൊക്കെയാണ്. ആ, എന്തെങ്കിലൊക്കെ രീതിയാകും. ഇതൊന്നും നമുക്കറിയാൻ മേല അല്ലേ അമ്മേ? അമ്മേ അമ്മേ സത്യസന്ധമായിട്ട് പറഞ്ഞമ്മ. എനിക്കറിയാമല്ലോ, ഞാൻ ഈ ചക്ക വെച്ചിട്ടില്ല. അറിയാനും മേല. അറിയാനും വേണ്ട. നമ്മുടെ വീട്ടിലും ചക്കയില്ല, ചക്ക മേടിച്ച് ഇങ്ങനെ വെക്കാറുമില്ല. പലതും പഴുത്ത ചക്ക തിന്നാറുണ്ട്. പഴുത്ത ചക്ക കൊണ്ടുവന്ന് തരുമ്പോ ഈ കഴിഞ്ഞ ദിവസമാണ് ചക്ക വന്ന് ഇവിടെ വേവിച്ചതല്ലേ? മണമൊക്കെ വന്നുണ്ടോ? കണ്ടാ ശരണ്യ എന്തോ? വീട്ടിൽ വെക്കണ പോലെയൊക്കെ ആയാ? അവിടെ വെക്കുന്ന പോലെ ചങ്ങനാശ്ശേരി? അത് നമ്മുടെ സാധാ വലിയ ചക്കയല്ലേ. ആ ഇത് തോരൻ വെക്കുന്ന കൊത്തി കൊത്തി കൊത്തി. ആണോ? ആ, ഇപ്പൊ കൂട്ടുകാരെ ഇവിടം വരെയൊക്കെ ആയി നമ്മുടെ ചക്ക. അപ്പൊ കൂട്ടുകാരത് എല്ലാം വെന്തിരിക്കുക. ചോറെല്ലാം വെളുപ്പിക്കണ്ടിരിക്കട്ടെ. ചക്ക വെച്ചും ചിക്കൻ കറി പിന്നെ മോരും. മോരി കണ്ടാ ചക്ക വേവിച്ച കണ്ടാ കൂട്ടുകാരെ? നല്ല അടിപൊളിയായിട്ട് ചക്ക വേവിച്ചതുണ്ട്. അപ്പം ഞങ്ങൾ ഊണ് കഴിക്കാൻ പോവുകയാണ്. അപ്പം കഴിക്കുന്ന വീഡിയോ കാണിക്കുന്നില്ല. അപ്പം കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങൾക്കും സുഖം. സുഖം തന്നെ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടാക്കണം. അപ്പൊ അടുത്ത വീട്ടിലേക്ക് വരുന്നവരെ ബൈ.